പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു 102 സീറ്റൊക്കെ എവിടെ നിന്ന് വരാനാണ്, കോൺഗ്രസ് ഒറ്റയ്ക്ക് 65 സീറ്റ് പിടിക്കണം, അതൊക്കെ ഈ കേരളത്തിൽ സാധ്യമാണോ, കോട്ടകൊത്തളങ്ങളായി കിടക്കുന്ന ഇടതിൻ്റെ കോട്ടകൾ എങ്ങനെ മറിക്കാനാണ്. കണക്കിന് ഒരു മനഃശാസ്ത്രപരമായ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പബ്ലിക്കിൻ്റെ ഒരു മൈൻഡിനെ നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് റീഡ് ചെയ്യുക എന്നുള്ളത്, കണക്കാക്കി ഒരു നമ്പറുകളാക്കി മാറ്റുക, ശതമാന കണക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെ ഈ പ്രാവശ്യം ഒന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2021 ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിൽ നിന്ന് 4-5 ആളുകൾ വെട്ടി റിലീസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നു. ഇനി കോൺഗ്രസ് നേരെ അധികാരത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുന്നത് CP റാഷിദാണ്. ഇതിനു മുമ്പും പ്രവചനം നടത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ എത്രാമത്തെ പ്രവചനമാണ് ഇത്? 18-ഓ 19-ാമത്തെ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇതിനു മുമ്പ് തുടക്കം 2020 ഡൽഹി അസംബ്ലി ഇലക്ഷനായിരുന്നു. കെജ്രിവാളിൻ്റെ രണ്ടാമത്തെ വരവ്. അത് മൊത്തം 70 സീറ്റിൽ 63 സീറ്റ് ആം ആദ്മിക്കും പാർട്ടിക്കും, 7 സീറ്റ് BJPക്കും, കോൺഗ്രസിന് 0 എന്നുള്ളതായിരുന്നു. ആം ആദ്മി ഒന്നും നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു സംഭവമായിരുന്നു ആ സമയത്ത്, വരുന്ന സമയത്ത്. പ്രത്യേകിച്ച് നമ്മൾ കേരള പൊളിറ്റിക്സ് ഒക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ എങ്ങനെയാണ് അത്തരം ഒരു പ്രവചനം? അങ്ങനെയില്ല, പരിചിതമാവും. അന്ന് ലൈവായി നിന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വന്ന ഒരു സർക്കാർ വരുമ്പോൾ അന്ന് നമ്മുടെ കേരളത്തിലടക്കം വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ആ രീതിയിലുള്ള ചർച്ചകളും മാധ്യമങ്ങൾ അതിൽ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണൽ മീഡിയ, ഹിന്ദി ചാനലുകളൊക്കെ നമ്മൾ കാണും. അപ്പോൾ അതിൽ കൂടെ സ്റ്റേറ്റിൻ്റെ ഒരു പൊതു പൾസ് നമ്മളിലേക്ക് എത്തി, അത് കൃത്യമായി വന്നു എന്നുള്ളതാണ് ആ തുടക്കം. യാദൃശ്ചികതയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ 2018 ഞാൻ എല്ലാവരും വന്നതിന് ശേഷമാണ് ഫേസ്ബുക്കിൽ വരുന്നത്. അത് പ്രത്യേകിച്ച് വൈഫ് അതിലൊരു കാരണമാണ്. കല്യാണം നിശ്ചയിച്ചപ്പോൾ വൈഫ് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞെടുത്ത് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാനന്ന് ബിസിനസ്സുമായിട്ടൊക്കെ നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇതിൽ സമയമില്ല. പിന്നെ മാത്രമല്ല, അത് പല ഫേക്ക് അക്കൗണ്ടുകളുടെ നിറഞ്ഞ ഇടമാണ് എന്നുള്ള ബോധ്യത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2018 അത് കഴിഞ്ഞ് പഴയകാല ചെറുപ്പം മുതലേ പത്രവായന ആ രീതിയിലുള്ളതായിരുന്നു. അപ്പം പൊളിറ്റിക്സിൽ പഠിച്ച് പാതിവയിലായിരുന്നു ഗൾഫിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെയാണ് 2020 തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്നാൽ ആകാംക്ഷയായിരിക്കും അവിടുത്തെ ചലനങ്ങളും നമ്മുടെ കാര്യങ്ങളും. പ്രത്യേകിച്ച് മോദിയൊക്കെ വന്ന ഒരു തുടക്കത്തിലായിരുന്നു, നരേന്ദ്രമോദി പ്രധാനമന്ത്രി വന്നു. അപ്പം അങ്ങനെ വന്ന് അത് കുറിപ്പിട്ടു. അപ്പോൾ അത് ശരിയായ അതൊരു സാധാരണയാണ്. തെരഞ്ഞെടുപ്പ് നമ്മളും സാധാരണ പലരും കുറിപ്പിടും. അങ്ങനെയുള്ള പോക്കിന് ശേഷമാണ് 2021 പിണറായി വിജയൻ്റെ സർക്കാർ വരുന്നത്. അത് പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇടങ്ങൾ കേരളം, നമ്മുടെ നാട്. അപ്പം പലരും അന്ന് ഇന്നത്തെ പോലെ പല എക്സിറ്റ് പോളുകളുണ്ടായിരുന്നു. ഞാനിപ്പോൾ എക്സിറ്റ് പോളിൽ ആക്സിസ് മൈ ഇന്ത്യനാണ് പരിഗണിക്കുന്ന ഒരു പിന്നെ സി വോട്ടർ ആ രീതിയിലാണ്. അപ്പം ആ ആക്സിസ് മൈ ഇന്ത്യ പോലെ 104 മുതൽ 120 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനന്ന് 96 മുതൽ 104 വരെയായിരുന്നു പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ. അപ്പോൾ പലരും അന്നും അത്ഭുതപ്പെട്ടു ആ രീതിയിലൊരു റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ വന്നു നിന്നത് അതിൻ്റെ മിഡിലായിരുന്നു, 99 വന്നു നിന്നത്. പിന്നെ അതും ആ രീതിയിൽ അങ്ങ് പോയി. പിന്നീട് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈ ഇലക്ഷൻസ് ആയിരുന്നു തോന്നുന്നു, പുതുപ്പള്ളി ഇലക്ഷൻസ്, തൃക്കാക്കര. ആ പുതുപ്പള്ളിയിലും വളരെ കൃത്യമായിരുന്നു. പുതുപ്പള്ളിയിൽ 33,000 തൊട്ട് 39,000 വരെ ജയിക്കും. 60% മേലെ ചാണ്ടിയമ്മന് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മിഡിൽ വന്നു നിന്നു, അതും അങ്ങ് പോയി. പിന്നീടാണ് വരുന്നത് കർണാടക ഇലക്ഷൻ വന്നപ്പോൾ JDS അതേപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് BJPൻ്റെ ഒരു സീറ്റ് നില കൃത്യമായി വന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനെപ്പോഴും ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ മേഖലയിലുള്ള ആളുകളാണ്. പലരും സുഹൃത്തുക്കളായിരുന്നു ആ കാലഘട്ടത്തിലും ഇന്നും അന്നും. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോഴാണ് പിന്നീട് മാധ്യമങ്ങളിലേക്കും ഒരു ഇടം കിട്ടി. അങ്ങനെ തുടർന്ന് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് മാധ്യമങ്ങളിൽ ഇൻ്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം ആയിരുന്നു പിന്നെ നമ്മളിത് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുശേഷമാണ് ഉത്തരവാദിത്തം കൂടെ. അതുവരെ സോഷ്യൽ മീഡിയ സർക്കിൾ മാത്രമായിരുന്നു. ആള് വിചാരിക്കും ചക്ക വീട് മുതൽ ചത്തതാവും. അതെ. പിന്നീട് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ ഇത് കളി കാര്യമാവുന്ന ഒരു ഘട്ടം വന്നു. അപ്പോൾ പിന്നീട് ചില ഇന്റർവ്യൂകളൊക്കെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ആളുകൾ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂവിനോട് കാണിച്ചപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൂവ് ചെയ്യപ്പെടണം. അങ്ങനെയാണ് 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് വരുന്നത്. തെലുങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്. അതിൽ തെലുങ്കാനയും രാജസ്ഥാനും ഇതേപോലെ തന്നെ കൃത്യമായിരുന്നു. മധ്യപ്രദേശിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റം വന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിരുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. വടകരയായിരുന്നു വലിയ മത്സരം നടന്നത്. അപ്പോൾ അതും 1,14,000 വരെ ജയിക്കും ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ആകാംക്ഷയുടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു 102 സീറ്റൊക്കെ എവിടെ നിന്ന് വരാനാണ്, കോൺഗ്രസ് ഒറ്റയ്ക്ക് 65 സീറ്റ് പിടിക്കണം, അതൊക്കെ ഈ കേരളത്തിൽ സാധ്യമാണോ, കോട്ടകൊത്തളങ്ങളായി കിടക്കുന്ന ഇടതിൻ്റെ കോട്ടകൾ എങ്ങനെ മറിക്കാനാണ്, ഈ പ്രാവശ്യം വീഴും എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു അഹങ്കാരത്തിൻ്റെ ഏരിയ ഇല്ല. ഭാവിയിൽ ഇതൊരു വലിയ വെല്ലുവിളിയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും ശരിയായി വന്നിട്ടുണ്ട്.
ഈ കണക്കിലെ കളികളാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം വേണം, സാമൂഹ്യ വിഷയങ്ങളെ അപ്പോൾ നോക്കി കാണണം, സ്ഥാനാർത്ഥികളെ കുറിച്ച് പഠിക്കണം, ആ മണ്ഡലത്തിന്റെ സ്വഭാവം പഠിക്കണം. അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാക്ട് കണക്കൊന്നും ഏകദേശം പറയാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ റാഷിദ് അതിനെ ആശ്രയിച്ചിരുന്ന ഘടകങ്ങൾ? കണക്കിന് ഒരു മനഃശാസ്ത്രപരമായ അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പബ്ലിക്കിൻ്റെ ഒരു മൈൻഡിനെ നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് റീഡ് ചെയ്യുക എന്നുള്ള കണക്കാക്കി ഒരു നമ്പറുകളാക്കി മാറ്റുക, ശതമാന കണക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ പ്രാവശ്യം ഞാൻ ആ കുറിപ്പിനോടൊപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു, ന്യൂനപക്ഷ വോട്ടിൻ്റെ റിവേഴ്സ് സ്വീപ്പ് ഉണ്ടാവും. പിണറായി വിജയൻ നിന്ന് മുഖ്യമന്ത്രിക്ക് നിലവിൽ പല സർവേകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വന്ന ഒപ്പീനിയൻ പോളിലൊക്കെ വലിയ രീതിയിലുള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ CPM തിരിച്ചു വരാമെന്നുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർഭരണം, ടൈറ്റ് ഫൈറ്റ്, ആ രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന സർവേകളോട് പലരും എന്നോട് പേഴ്സണലായിട്ട് അന്വേഷിക്കുന്നതുകൊണ്ട് ഞാൻ കുറിപ്പിട്ടുണ്ടായിരുന്നു, വരുന്ന സർവേകളോട് എനിക്ക് യോജിപ്പില്ല. സർവേകളുടെ ഒരു ഇതിനെ ചോദ്യം ചെയ്യുന്നതല്ല, എൻ്റെ ബോധ്യങ്ങളോട് അത് മാച്ചാവുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇന്ന് റിസൾട്ട് വരും, ഇന്ന് നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. പക്ഷെ അന്നേ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാം ടേമിലെ പിണറായി വിജയനല്ല, രണ്ടാം ടേമിലെ പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫിലും എനിക്ക് ആ സർവേകളിൽ കണ്ട ആ മാർക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഒരു ലെയർ എല്ലാ കാലത്തും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി CPM-നെ സംരക്ഷിച്ച് CPM-ന്റെ വോട്ട് ബാങ്കിൽ നിലനിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് BJP-യിലേക്ക് വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു 1.5 പതിറ്റാണ്ടായി. അതിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വന്നതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷം പിണറായി വിജയൻ വലിയ രീതിയിലുള്ള അപ്രോച്ച് നടത്തുന്നത് കൊണ്ട്, ആ വോട്ട് കിട്ടുന്നത് കൊണ്ടാണ് ആ ഫിൽ ചെയ്ത് പോകുന്നത്. പക്ഷേ ആ പോക്ക് ഈ പ്രാവശ്യം ഈഴവ സമുദായത്തിൻ്റെ വോട്ട് BJP-യിൽ ആ രീതിയിൽ മാറിപ്പോവും. അതേപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടിന് റിവേഴ്സ് സ്വീപ്പ് ഉണ്ടാകുമ്പോൾ 40% വോട്ടെത്തില്ല എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ഘടകങ്ങൾ, ഒരു പിടി ഘടകങ്ങൾ ഫിൽട്ടറിങ്ങിലൂടെയാണ് ഈ നമ്പറുകളിലേക്കും ശതമാനത്തിലേക്കും നമ്മൾ എത്തുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ് LDF-ന് പ്രത്യേകിച്ച് CPM-ന് തിരിച്ചടിയായത് എന്നാണ് റാഷിദ് നോക്കിക്കാണുന്നത്? നമ്മൾ പറയുന്നില്ല പിണറായിസം, മരുമോനിസം, പക്ഷെ അതിനേക്കാൾ ആത്യന്തികമായിട്ട് ഒരു തമ്പുരാനിസം കാണിച്ചു. ജനതയോട് വിരലിൽ മഷി പുരട്ടിയവരുടെ സമ്മാനിച്ച ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്നുണ്ടാവും ജനത്തിന് അത് വേദനയായിട്ടുണ്ട്. ജനത്തെ ഏറ്റവും അടുത്തിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളെ പരിഗണിക്കപ്പെടേണ്ട രാഷ്ട്രീയമാണ് ഇടത് രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരിൽ ഒരാളാണ് ഞാനും. ആ രീതിയിലുള്ള പരിഗണന ജനത്തിന് കൊടുത്തില്ല എന്നുള്ളത് ആത്യന്തികമായി ഇതിൽ പ്രശ്നമുണ്ട്. പിന്നെ ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ അകത്ത് ഉണ്ടെങ്കിലും പ്രകടമായി പുറത്തേക്ക് ചാടി, അതിനകത്ത് നിർത്താൻ പറ്റിയില്ല. അതെ, അതിൽ ശൈലജ ടീച്ചറോടും G. സുധാകരൻ്റെ ഒക്കെ സ്വീകരിച്ച സമീപനം ജനം ആഗ്രഹിച്ച രീതിയിലായിരുന്നില്ല. പ്രത്യേകിച്ച് G. സുധാകരനൊക്കെ പുറത്തേക്ക് പോകുന്ന അതിൻ്റെ ഒരു അടിസ്ഥാന വോട്ടിൽ വലിയ രീതിയിലുള്ള ചലനം, ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന സർവേകളോട് യോജിക്കാൻ എനിക്കൊരു കാരണവശാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രൊഫഷണലിസം കാര്യമൊക്കെ നോക്കിയിട്ടുണ്ട്, ഉറപ്പായി നോക്കിയിട്ടുണ്ട്. LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ ഈ പ്രാവശ്യം ഒന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2021 ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിൽ നിന്ന് 4-5 ആളുകൾ വെട്ടി റിലീസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് അന്ന് ഒരു മാധ്യമ ചർച്ചകൾ നടന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ MLA-മാർക്ക് പോപ്പുലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ കുറേയൊക്കെ തടഞ്ഞു നിർത്തുന്നു. ഒരു MLA-ക്കും ഒരു പോപ്പുലാരിറ്റി കൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. MLA-മാർക്കെതിരെ ആൻറ്റി ഇൻകംബന്റ് ഇല്ല. അത് പക്ഷെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലും തരംഗം വരുമ്പോൾ ഒരു വ്യക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പല വലിയ രീതിയിൽ കൊലക്കൊമ്പനായിട്ടുള്ള നടന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ മണ്ണിൽ വീണ് പോയിട്ടുണ്ട്. അതുപോലെ സംഭവിക്കും. ഒറ്റപ്പെട്ട ആളുകൾ ചിലപ്പോൾ ജനം സ്വീകരിച്ചേക്കാം, എന്നാലും അതുകൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാനോ ഒരു ഭരണത്തിലേക്ക് തുടർച്ച ഉണ്ടാവാനോ സാധ്യതയില്ല എന്നുള്ളത് എൻ്റെ ബോധ്യമായിരുന്നു. ലീഗിനെ സംബന്ധിച്ചാണെങ്കിലും UDF-നെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഈ കാര്യത്തിലുള്ള ഒരു പ്രൊഫഷണലിസം ശരിക്കും കൃത്യമായി ഒരു യുവനിരയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. റാഷിദ് എങ്ങനെയാണ് അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ പിണറായി വിജയന് ശേഷം ഇപ്പോൾ നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ജയിച്ച 35 സ്ഥാനാർത്ഥികളിൽ ഒരു പ്രതിപക്ഷത്തെ ആര് നയിക്കുമെന്നുള്ള ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അവിടെ ശൈലജ ടീച്ചറെ പോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വനിതാ ഒരു പ്രതിപക്ഷ നേതാവിനെങ്കിലും ഇടതുപക്ഷത്തിന് ഇന്ന് മുന്നോട്ട് വെക്കാമായിരുന്നു. അവരെ പോലെ മട്ടന്നൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റിയിട്ട് സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിച്ചത് വലിയ ജനം അന്നേ ആ വോട്ട് ബാങ്കിൽ അന്നേ അത് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ്. അപ്പോൾ അവിടെ G. സുധാകരനായാലും ശൈലജ ടീച്ചറായാലും ഒരു ഘട്ടത്തിൽ തോമസ് ഐസക്കൊക്കെ EP ജയരാജനൊക്കെ മാറേണ്ട സമയത്തേക്കാൾ മുന്നേ അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. മറുഭാഗത്താണെങ്കിൽ VD സതീശൻ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതോടുകൂടി രണ്ടാം നിരയെ വളർത്തുന്നതിൽ അദ്ദേഹം വലിയ ശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടം മാറിപ്പോയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടേണ്ട സ്പേസ് ആ പാർട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വിവാദങ്ങളിലേക്ക് പോയി ആ മനുഷ്യൻ ആ വഴിക്ക് പോയെങ്കിലും അങ്ങനെ സാധ്യതകളുള്ള ഒരു നിരയെ
അപ്പോൾ അതിൻ്റെ ഉപയോഗത്തിൽ, രാഷ്ട്രീയമായ ഉപയോഗത്തിൽ നേതൃത്വപരമായ പങ്ക് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം അവർക്കുണ്ട്. ആ രീതിയിൽ കുറേയേറെ ചെറുപ്പക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ അബ്ദുൾ റഷീദ് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച് ഗംഭീര ഫൈറ്റ് കാണിച്ച് കണ്ണൂരിൽ. ആ രീതിയിൽ അത് ഒരു വളർത്തിയെടുക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു മറുഭാഗത്താണെങ്കിൽ മുന്നോട്ട് വരേണ്ട ആളുകൾ വെട്ടി മാറ്റപ്പെടുന്ന രീതിയിലും കണ്ടു. നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയം ഇത്തരം പ്രവചനം നടത്തുന്ന സമയത്ത് വളരെ ഒരു നിർണായകമാവുമല്ലോ. പലപ്പോഴും നമ്മുടെ മനസ്സെന്തായാലും ഒരു ഫേവർ സ്വഭാവം കാണിക്കുമല്ലോ. അതില്ലാതിരിക്കാൻ വളരെ പരമാവധി ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണ് അതില്ലാതിരിക്കുക? അത് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കും ആ പ്രയാസം ഉണ്ടാവും. നമ്മൾ ചില ഘട്ടങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ പോലും ആഗ്രഹിക്കാത്ത ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയം കടന്നു വരും. ഇതിൽ തന്നെ ഞാൻ വടകര തെരഞ്ഞെടുപ്പിലാണ് എനിക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായത്. സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർഹിക്കാത്ത സൈബർ അറ്റാക്കുകളും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രൊഡിക്ഷൻ നടത്തിയാൽ ഇവിടെ ഒരു എന്താണ് സംഭവിക്കുക, ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ പേരിൽ ഒരു സൈബർ എന്താ പറയുക, അതിന് അങ്ങേ അറ്റത്തെ മര്യാദ ഇല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അത് ഒരുപക്ഷെ എന്നെ ചേലക്കര തെരഞ്ഞെടുപ്പിൽ എന്നെ ടച്ച് ചെയ്ത് പോയോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഒരു ഇടത് വിരുദ്ധ തെന്നിലേക്ക് ഓവർഡോസായി അടിച്ച് കയറിയിട്ടുണ്ടോ എന്നെ തോന്നലുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ഉപദേശിക്കുന്ന കുറേയേറെ സുഹൃത്തുക്കളുണ്ട്. അത് പേര് ഞാൻ പറയുന്നില്ല. കുറേ സീനിയർ മാധ്യമപ്രവർത്തകരുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഘട്ടത്തിൽ നീ അതിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഞാൻ ആ രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമാക്കാൻ കഴിയും. ഈ രാഷ്ട്രീയം എന്നത് ഒരു ഷോർട്ട് ടേം പ്രോസസ്സ് അല്ലല്ലോ, ഒരു ലോങ് ടേം പ്രോസസ്സാണല്ലോ. സത്യത്തിൽ CPM എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഒരു പഠന വിഷയം കൂടെയായിട്ടാണ് ചോദിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് രാഷ്ട്രീയം പറയുന്നതിൽ അതിൻ്റെ ആളുകൾ ഇടത് രാഷ്ട്രീയത്തിൽ നിന്ന് കൈമോശം വന്നിട്ടൊന്നുമില്ല. അതിൻ്റെ അണികൾക്കോ അതിൻ്റെ ഒരു ലെയർ വരെയുള്ള നേതൃത്വത്തിനോ ഇടത് രാഷ്ട്രീയം കൈമോശം വന്നില്ല. പക്ഷേ ഭരണപക്ഷം, ഭരണകൂടം, ഭരണം കൈകാര്യം ചെയ്ത ആളുകൾ, അതിൻ്റെ ഓരം പറ്റി നടന്ന ആളുകൾ ഏത് വഴി, ഷോർട്ട് കട്ട് വഴി ഭരണം പിടിക്കാമെന്നുള്ള വഴികൾ തേടിയപ്പോൾ അതിൻ്റെ ഇടത് രാഷ്ട്രീയം കൈമോശം വന്നു. അത് കൃത്യമായി ജനങ്ങളിലേക്ക് പ്രകടമായി. ആ ജനങ്ങളിലേക്ക് ഇടത് രാഷ്ട്രീയമില്ലാത്ത, ഒരു അസ്തിത്വമില്ലാത്ത രീതിയിലേക്ക് ആ രാഷ്ട്രീയവും കണ്ടപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടിയാണ് കണ്ടത്. അത് കൃത്യമായി ഇടത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്കുള്ള ആഴത്തിലുള്ള ഇറങ്ങിച്ചെല്ലലുകൾ നടത്തണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന രീതിയിൽ മതന്യൂനപക്ഷങ്ങളും അവരുടെ വോട്ട് ബാങ്കിനെ അവർ നിലനിർത്തണം. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം പറയാൻ ബാധ്യസ്ഥപ്പെട്ട സംവിധാനം അതിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ് CPM ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. എന്നിരുന്നാലും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ബംഗാൾ പോലെയോ ത്രിപുര പോലെയോ CPM അങ്ങനെ ആ ഘട്ടത്തിലൊന്നും ഒലിച്ചു പോവില്ല. അത് ശക്തമായി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴും ഉണ്ട്. അതിനൊരു നേതൃത്വപരമായി പങ്ക് വഹിക്കേണ്ട ആളുകളെ ആ രാഷ്ട്രീയ പ്രസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർ തിരിച്ചു വരും. അതിന് ഉള്ള എല്ലാവിധ മെക്കാനിസവും ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. 10 വർഷക്കാലത്തെ LDFന്റെ ഭരണം എടുക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് മറ്റു തരത്തിലുള്ള വലിയ അസംതൃപ്തികളൊന്നും തന്നെ ബോധ്യപ്പെടാനുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തുള്ള ചില പ്രതികരണങ്ങൾ, അപക്വമായ ചില സമീപനങ്ങൾ, നിലപാടുകൾ, ഇവയൊക്കെയാണ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മതേതര വിശ്വാസികളെ സംബന്ധിച്ചാണെങ്കിലും ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളെന്നാണ് എനിക്ക് തോന്നുന്നത്. റാഷിദ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? അത് ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ പോയിന്റ്. പക്ഷേ ഇവിടെ വികസനം എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ട്. വികസനം നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അത്യാവശ്യം റോഡ്, അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാണ്. പക്ഷേ അപ്പോഴും 1.5 ലക്ഷം കോടി ഉണ്ടായിരുന്ന പൊതുകടം 5.5 ലക്ഷം കോടിയിലേക്ക് ആനുപാതികമല്ലാത്ത വളർച്ച കാണിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ നാടിന് താങ്ങാൻ പറ്റുന്ന രീതിയിലല്ലാത്ത വികസനം നടത്തുമ്പോൾ ഈ നാടിൻ്റെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇത്രയേറെ കടം ഉയർന്ന ഒരു സ്റ്റേറ്റിൽ ജനത്തിൽ നിന്ന് നികുതികളായും ഫീസുകളായും വർദ്ധിപ്പിച്ചത് 10 മടങ്ങായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത് അതിൻ്റെ മുമ്പിൽ ഒരു 20-25 വർഷം കൊണ്ട് കാണിച്ച വളർച്ചയേക്കാണ് എത്രയോ 10 മടങ്ങിലാണ് ഈ ജനത്തിൽ നിന്ന് സർക്കാരിലേക്ക് ഫണ്ട് പോകുന്നത്. അത് നികുതി അടക്കുന്ന, ഫീസ് അടക്കുന്ന മനുഷ്യരെ നേരിട്ട് ബാധിക്കുകയാണ്. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന്, അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്ന ഓരോ മേഖലയിലെത്തിയാൽ മുമ്പൊക്കെ നികുതി എന്ന് പറയുന്നത് മനുഷ്യർ അറിയില്ലായിരുന്നു. അത് GST മറ്റൊരു ഏരിയ ആണെങ്കിലും പല തരത്തിലുള്ള ഫീസുകളായിട്ടും പഞ്ചായത്തുകളിലായിട്ടും ജനത്തിന് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വികസനം എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള വികസന സമീപനം സ്വീകരിച്ചതോടുകൂടി ജനത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ജനം ആ വികസനം എന്നുള്ള വാദത്തിനോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസിന് 5 വർഷം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വരും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് ജനം ഞാൻ ഈ ജാഥകളൊക്കെ നോക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാകുമ്പോൾ മുന്നണികൾ നടത്തുന്ന ജാഥകൾ എന്നെ ഈ പരിസരത്തുള്ള ജില്ലകളൊക്കെ ഞാൻ പരമാവധി ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ UDFൻ്റെ ജാഥയ്ക്ക്
ആ ജാഥ നയിച്ച VD സതീശന് ആ അണികൾ വലിയ രീതിയിലുള്ള ആവേശകരമായ പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു നിലപാടുണ്ടായിരുന്നു. VD സതീശന് ഒരു നിലപാടുണ്ടായിരുന്നു. നിലപാടിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നിലപാട് പറയുമ്പോൾ ഒരു പക്ഷം അതിനെ ചേർന്ന് നിൽക്കും. ആ തരത്തിൽ ഒരു വലിയ വിഭാഗം വോട്ട് ബാങ്കിനെ ചേർത്ത് നിർത്തുന്നതിൽ VD സതീശൻ തന്ത്രപരമായി വിജയിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആര് കോൺഗ്രസിനെ നയിക്കും എന്നുള്ള ചോദ്യത്തിൽ VD സതീശൻ നയിച്ച് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ഇതൊരു തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ.